കൃത്യം ഒരാഴ്ച മുന്നേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതായത് ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് എൻ്റെ ഇവിടുത്തെ ഡോഗ്സിനെല്ലാം തന്നെ ടിക്സ്, ഹെയർ ഫോള്, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം, അല്ലാത്തവർക്ക് ചെറിയൊരു റീക്യാപ്പ്. ഈ സീൻ കണ്ടപ്പോഴേക്കും എൻ്റെ കിളി പോയി. കാര്യമായിട്ട് എന്തോ പണി വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഫുള്ള് താരനും ടിക്സും ആണല്ലോ. ഇതിനെ കോമ്പിയാറില്ല? 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഹോസ്പിറ്റലല്ലേ. മിഞ്ഞാന്ന് കിട്ടിയ മുടിയാണ് ഇതാ ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നത് കളയാൻ വേണ്ടിയിട്ട്. എവിടെ നോക്കട്ടെ. കണ്ടോ ടിക്സ് കണ്ടോ? ഇനി മാർക്കോന്റെ അവസ്ഥ എന്താണാവോ? നല്ല രീതിയിൽ ചെള്ള് കടിച്ചിട്ടേ മുറിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ താരൻ പോലെ വന്നിരിക്കുന്നുണ്ടോ? കണ്ടോ, മുടി പോകുന്നുണ്ട് നല്ലോണം. കണ്ടില്ലേ കണ്ടീഷൻ എന്തായിരുന്നു? ഇന്നത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞു, അവരുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. അവരിപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. നിത്യ കല്യാണി ഏളമ്മ തുളസി അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ഡോഗ്സ് ഇങ്ങനെ ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ 3 ഘട്ടങ്ങളായിട്ടാണ്. 1, ടിക്സിൻ്റെ കൺട്രോള്, ടിക്സിനെ എങ്ങനെ മാറ്റി എന്നുള്ളത്. 2, അതുമൂലം ഉണ്ടായിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ. പിന്നെ ഹെയർ ഫോള്. ഇതിലൊക്കെ ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടിക്സിനെ കളയാനായിട്ട് യൂസ് ചെയ്തത് ഒരു കോംബോ പ്രൊഡക്റ്റാണ്. അത് ടിക് സ്റ്റോപ്പർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റും അതിൻ്റെ കൂടെ വരുന്ന ഷാമ്പു, 3-in-1 ടിക് ഫ്രീ ഷാമ്പു. അടിപൊളി പ്രൊഡക്റ്റാണ്. സാധാരണ ഇതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് മാർക്കറ്റിൽ. സ്പോട്ടോൺസ് ഉണ്ട്, ബ്രെവെക്ടോ പോലത്തെ ടാബ്ലറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഒന്നിൽ കൂടുതൽ ഡോഗ്സ് ഉള്ളത് കൊണ്ടും റെസ്ക്യൂ ഡോഗ്സ് വരാറുള്ളത് കൊണ്ടും എനിക്കത് മുതലാവില്ല. കാരണം അത്രയും 450-500 രൂപയാണ് ഒരു സ്പോട്ടോൺസ് ഒക്കെ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 220 റുപ്പീസാണ് ടിക് സ്റ്റോപ്പറിന്. അത് സ്പ്രേ ആണ്. ഇത് വന്ന് 140 റുപ്പീസാണ് ഷാമ്പു. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ശരാശരി ഒരു ഷാമ്പു 1-2 മാസങ്ങൾ എന്തായാലും നിൽക്കും. ടിക് സ്റ്റോപ്പർ ഒരു ഡോഗിന് 2-3 തവണ അടിക്കാനുള്ളത് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ എനിക്കിത് ഓക്കെയാണ്. പ്രൊഡക്റ്റും അടിപൊളി റിസൾട്ടാണ്. ടിക്സ് മൊത്തം തന്നെ ഇവാക്യുവേറ്റ് ആയി പോകും. പിന്നെ രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്കിൻ ഇൻഫെക്ഷൻ മാറാനുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണ്. അതെന്താണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഞാനത് കാണിച്ചു തരാം. പിന്നെ മൂന്നാമത് ഹെയർ ഫോൾ കൺട്രോൾ. ഹെയർ ഫോൾ കൺട്രോളിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള പ്രൊഡക്റ്റാണ് റിച്ച് കോട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് 3ഉം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ടിക് സ്റ്റോപ്പറിൻ്റെയും ഷാമ്പൂവിൻ്റെയും ഒക്കെ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്യാം. അല്ലാത്തവർക്ക് വേണ്ടവർക്ക് ഈ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് ടിക്ക് എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാനിതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യാം. അത് വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് ലിങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ആയിട്ട് തരുന്നതാണ്. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. അതിനേക്കാൾ മുന്നേ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാവരും ഫോളോ ചെയ്യുകയും ചെയ്യണം. കാരണം 90% ആൾക്കാർ അനുഭവിക്കുന്ന, ഡോഗ് ഓണേഴ്സും ഡോഗ്സും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ ടിക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കൊതുക് കടിച്ചാലോ എറുമ്പ് കടിച്ചാലോ നമുക്ക് വരുന്ന ഇറിറ്റേഷൻ എന്താണ്. പക്ഷേ ഒരു ഡോഗിൻ്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവർ. അതിനൊന്നും തട്ടി മാറ്റാൻ പോലും അതിന് സാധിക്കുന്നില്ല. അത് അനുഭവിച്ച് തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മെഡിസിൻ്റെ പ്രിപ്പറേഷനും ബാക്കിയെല്ലാം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എനിക്ക് ഷെയറോ റീച്ചോ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. കാരണം ഇതെല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യട്ടെ, അവരുടെ ഡോഗ്സൊക്കെ സേഫ് ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ആദ്യം ഡോഗിനെ നല്ലപോലെ വെള്ളം കൊണ്ട് നനയ്ക്കുക. നല്ലപോലെ നനച്ച് കുതിർത്തി, ഞാനൊരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ച് വെള്ളം കൊണ്ട് നല്ലപോലെ നനയ്ക്കുക. അതിന് ശേഷം ഈ ഷാമ്പു എടുത്ത് ഡോഗിൻ്റെ ബോഡിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ല മണമാണ്, അതേപോലെ നല്ല പതയുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ പതയോടുകൂടെ ഡോഗിനെ നിർത്തുക. ടിക്സ് എല്ലാം ഒന്ന് മയങ്ങും. നമുക്കതിന് ശേഷം നമ്മുടെ ടിക് സ്റ്റോപ്പർ എന്ന് പറയുന്ന സ്പ്രേ യൂസ് ചെയ്യാം. ഈ സ്പ്രേ ഡോഗിൻ്റെ ബോഡിയിൽ, നനഞ്ഞ് കുതിർന്ന ഡോഗിൻ്റെ ബോഡിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്യാം. ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം വെള്ളം കൊണ്ട് കഴുകി കളയണം. അതിന് ശേഷം ഈ സ്പ്രേ ചെയ്യുക. ടിക്സ് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ അത് നല്ലപോലെ സ്പ്രേ ചെയ്യുന്നത് കൂട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്തേക്കും ചെവിയിലേക്കും ഡയറക്റ്റ് സ്പ്രേ ചെയ്യേണ്ട. നമുക്കൊരു തുണിയിലേക്ക് ടിക് സ്റ്റോപ്പർ സ്പ്രേ ചെയ്തിട്ട് അതുകൊണ്ട് ചെവിയും കണ്ണുമൊക്കെ തുടച്ചു വിട്ടാൽ മതിയാകും. അതിനുശേഷം ഡോഗിനെ ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ ഇന്നലെ നമ്മൾ ടിക് സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സ്പ്രേ യൂസ് ചെയ്തു, ഷാമ്പു യൂസ് ചെയ്തിട്ട് ടിക്കിൻ്റെ മരുന്ന് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ചെള്ളെല്ലാം കിട്ടേണ്ടതാണ്. ഇന്നലെ നമ്മൾ ഡോഗിൻ്റെ ദേഹത്ത് ഒരുപാട് ചെള്ള് നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിസിബിളി ഒന്നും കാണുന്നില്ല.
ചെറിയ പൊടി പോലെ കാണുന്നുണ്ട്. അത് സ്കിൻ ഇൻഫെക്ഷൻ്റെ ഭാഗമാണ്. ചെറിയതാ സ്കിൻ ഇൻഫെക്ഷൻ, ടിക്ക് ബൈറ്റ് കാരണം ഉണ്ടായിട്ടുള്ള പാടുകളാണ് ഈ കാണുന്നതെല്ലാം. ചുവന്ന കുരുക്കൾ പോലെ കാണുന്നതെല്ലാം ആ ടിക്ക് കടിച്ചതിൻ്റെ പാടാണ്. പക്ഷേ ടിക്ക് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ടിക്കെല്ലാം ദേഹത്ത് നിന്ന് വീണു. നമുക്ക് എന്തായാലും ഒന്ന് കോംബ് ചെയ്ത് നോക്കാം. ഹെയർ ഫോൾ ഇപ്പോഴും മാറിയിട്ടില്ല, അത് കുറച്ച് സമയമെടുക്കും. എന്നാലും ടിക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ദേഹത്ത് നിന്ന് മാറേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെള്ള് വീണ് പോകുന്നുണ്ട്. കാണിക്കതിലേക്ക് ഇപ്പോൾ ഒരു ചെള്ള് വീണു. അതെല്ലാം ദേഹത്ത് കടിച്ചിരുന്ന ചെള്ളാണ്. ഇതെല്ലാം വീണ് പോകുന്നുണ്ട്. അതെല്ലാം ഇനാക്റ്റീവാണ്, എന്ന് വെച്ചാൽ മരണപ്പെട്ട ടിക്കുകളാണ്. അതിനി ജീവനില്ല. ഇപ്പോൾ ദേഹത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പൊടി പോലെ, താരൻ പൊടി പോലെ വരുന്നു. എത്ര ജീവി കൊടുത്താലും പൊടി പോലെ. ഇതാണ് ഡോഗിനെ മെയിനായിട്ട് ചൊറിച്ചിലുണ്ടാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ചെള്ള് കടിച്ചിട്ട് ഉണ്ടാകുന്ന പാട്. ഇതിലേക്ക് കാണിക്കും, ചെള്ള് കടിച്ചിട്ട് ഉണ്ടാകുന്നതാണ് ചുവന്ന ഇപ്പോൾ വിട്ടുപോയ ടിക്ക് കടിച്ച് വെച്ചിട്ടുള്ള മുറിവാണ് ഈ കാണുന്നത്. ഇതിനെങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളത് ഇത് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഈ പൊടി പോലെ കാണുന്നത് ഡാൻഡ്രഫാണ്. ഡാൻഡ്രഫ് വെറുതെ വന്നതല്ല, ടിക്ക് ബൈറ്റ് കൊണ്ട് വന്നതാണ്. ചെള്ള് കടിച്ചത് മൂലം വന്നതാണ് ഈ ഡാൻഡ്രഫ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇന്നലെ കണ്ട ടിക്ക് അതിൽ നമ്മൾ കോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിക്സ് എല്ലാം ഇങ്ങനെ കിട്ടി. ഈ കാണുന്നത് മദർ ടിക്കാണ്. ഈ ടിക്കുകളാണ് വീണ്ടും അതിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ മുട്ടയിട്ടിട്ട് വീണു പോകുന്നത്. അതിന് ഇന്നലത്തെ മരുന്ന് അപ്ലൈ ചെയ്തതോടുകൂടി അതിൻ്റെ ശേഷിയെല്ലാം നഷ്ടപ്പെട്ടു. ആ കാണുന്ന ടിക്കും അതിൻ്റെ മുടിയുടെ മേലെ കാണുന്ന ഈ കാണുന്ന ചെറുതായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ പൊടി പോലെ കാണുന്നതല്ല അതിൻ്റെ മുട്ടകളാണ്. അതിനർത്ഥം ഈ ടിക്കും അതിൻ്റെ എഗ്സും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് വന്നു എന്നർത്ഥം. സോ മരുന്ന് എഫക്റ്റീവാണ്. അപ്പോൾ ടിക്ക് ബൈറ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ചെള്ള് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ്സിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ രക്ഷിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇതോടെ തീർന്നിട്ടില്ല. ടിക്ക് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഇതിലിനി കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അത് നമ്മൾ വരും വീഡിയോസിൽ ഒരു എപ്പിസോഡ് പോലെ നമുക്ക് ചെയ്യാം, അപ്പോഴേ അറിയുള്ളൂ. എന്തായാലും പെറ്റ്സിനെ വളർത്തുന്നവർ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് ഡോഗിന് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷനിലേക്ക് പോകാതിരിക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ പെറ്റിൻ്റെയും ആങ്സൈറ്റി ഒരളവ് വരെ കുറയ്ക്കാനുമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സോ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും വേണ്ടവർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ലിങ്ക് അയച്ചു തരാം. വാങ്ങിച്ച് പർച്ചേസ് ചെയ്തോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ. സോ എല്ലാ ഡോഗും വളരെ സേഫായിരിക്കട്ടെ, ടിക്ക് ഫ്രീ ആയിട്ടിരിക്കട്ടെ. അപ്പോൾ വരുന്ന വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.